ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു എപ്പിസോഡായിരുന്നു. ടിക്കറ്റ് ഫിനാലെ മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ടിക്കറ്റ് ഫിനാലെ ആകെ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി മൊത്തം പ്രശ്നങ്ങളായിരുന്നു. സത്യം പറഞ്ഞ 3 ക്യാപ്റ്റന്മാരെ ആക്കിയത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഇവർക്ക് 3 പേർക്കും കൊടുത്ത 7ന്റെ പണിയാണ്. 7ന്റെ പണിയാണ്. പ്ലസ് ഈ 7ന്റെ പണിയിലൂടെ എനിക്ക് തോന്നിയ കാര്യം ഉള്ളതുപോലെ പറയാം. 7ന്റെ പണിയിലൂടെ അവർക്കൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തൊരു കാര്യമാണ്. അതിനാണ് ഈ 3 പേരെയും കൂടെ ക്യാപ്റ്റൻസിയിലോട്ട് ഇട്ടത്. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ അത് മാത്രമല്ല, ഈ അക്ബറിനൊക്കെ എത്രയെങ്കിലും ബുദ്ധിയുണ്ടെന്നാണ് വിചാരിച്ചത്. ആരെങ്കിലും ഈ ടിക്കറ്റ് ഫിനാലെ നടക്കുന്ന സമയത്ത് ഈ ക്യാപ്റ്റൻസി ഈ കിച്ചൺ ടീം ഏറ്റെടുക്കും. അതും ക്യാപ്റ്റനായ 3 പേരും കൂടെ ചേർന്നിട്ട് കിച്ചൺ മാനേജ് ചെയ്യുക. വിവരമുള്ള ആരെങ്കിലും എടുക്കുന്ന കാര്യമാണ് കിച്ചൺ ഒറ്റയ്ക്ക് ഇങ്ങനെ 3 പേരായിട്ട് മാനേജ് ചെയ്യാൻ. അറ്റ്ലീസ്റ്റ് അനിമോള വേണ്ട, അവിടെ നൂറയുണ്ട്, ആതിരയുണ്ട്, പോട്ടെ അനീഷുണ്ട്, ഷാനവാസ് ഉണ്ട്, ഇവർക്കെല്ലാം കുക്കിംഗ് അറിയാം. ഇവരെങ്കിലും എടുത്തൂടെ? ഇത് ചുമ്മാ അവിടെ ഒരു ഷോ ഓഫില് അവരങ്ങ് എടുത്ത തീരുമാനമാണ് കിച്ചൺ ടീം ഞങ്ങള്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? ഫുഡും ഇല്ല, ഒന്നുമില്ല. ഫുഡിന്റെ പേരിൽ ഇതുവരെ ഇല്ലാത്ത അടി. ഇതിനേക്കാളും വൃത്തിയുള്ള അനിമോൾ ഉണ്ടാക്കിയ അടി. അനിമോൾ ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് അടി ഉണ്ടാക്കിയത്. ഫുഡ് ഉണ്ടാക്കാതാണ് വാചകടിയും ഷോ ഓഫും കാണിക്കുന്നത്. മാത്രമല്ല ഇന്ന് നെവിൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ അക്ബറും അപ്പാനിയായിരുന്നു PR എന്ന് പറയാം. ഈ കുറച്ച് നാളായിട്ട് PR-ന്റെ കാര്യം, വീട്ടിനകത്തെ PR-ന്റെ കാര്യം, പുറത്തെ PR-ന്റെ കാര്യമായിരുന്നു. പക്ഷെ ഇപ്പം നടക്കുന്നത്, ഇതാണ് പിന്നെയും PR പണി തുടങ്ങുന്നത് നെവിൻ അനിമോക്ക് വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ നെവിൻ ചെയ്യുന്നത്, നെവിനെ എല്ലാവരും കൂടെ അങ്ങ് ഇഷ്ടപ്പെട്ട്, എന്റർടൈൻമെന്റ് ഫാക്ടറാണ്, നല്ല ഒരു ഇത്തിരി ബോറടിക്കാറ് ഉള്ളതുകൊണ്ട് നെവിന്റെ കണ്ടന്റാണ്. പക്ഷെ ഇപ്പൊ നെവിൻ കാണിക്കുന്നത് എന്താണ്? അനിമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് അനിമോൾക്കെതിരെ ഇങ്ങനെ ഒരു വൃത്തിയുടെ കാര്യം കാണിക്കേണ്ട കാര്യം നെവിൻ എന്തിനാണ് മനസ്സിലാവുന്നില്ല. ഈ നെവിൻ കാണിക്കുന്നത് പക്ക ഒരു ഡേർട്ടി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആരെങ്കിലും ഒരു ബെഡിൽ വെള്ളം ഒഴിക്കോ? ഓക്കെ, ഫൈൻ എന്നൊന്നും പറയാൻ പറ്റില്ല. മോത്ത് ഇതുപോലെ ആര്യം വെള്ളം എടുത്തോണ്ട് വേണം ഓടിപ്പോയി ആരും വെള്ളം എടുത്തോണ്ട് വന്നിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് കാണിക്കുന്നത്? ഇതും പോരാനായിട്ട് നൂറയായിട്ട് കിച്ചന്റെ പേരിൽ അടി, ഷാനവാസുമായിട്ട് കിച്ചന്റെ പേരിൽ അടി, അവിടെ അടിയോട് അടി. എന്നിട്ട് കിച്ചന്റെ കാര്യം ചോദിച്ചതിന് സ്മോക്ക് ചെയ്തിട്ട് വന്നിട്ട് അനുമോളെ മുഖത്തിരുന്ന് മൂതുകയാണ് നെവിൻ. ഇത്രയും ഒരു ബാഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ്, ഇത്രയും ബാഡ് ആയിട്ടുള്ള കിച്ചൺ ടീംസ് ഇതുവരെ ഒരു ഹിസ്റ്ററിയിൽ, ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടില്ല. നേരത്തെയുള്ള കിച്ചൺ ടീം അവരൊക്കെ നേരത്തെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് നേരത്തെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് കിടക്കുമായിരുന്നു. ഇത് 12 മണിക്ക് എന്തിനാണ് മോർണിംഗില് ചായ കിട്ടുന്നത്? ഒരു വൃത്തിയായിട്ടൊരു ഒരു ക്യാപ്റ്റൻസി ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റൂല. ഇതുവരെയുള്ള ഒരു ക്യാപ്റ്റന് ഇങ്ങനെ പറയാം, മോശപ്പെട്ട ക്യാപ്റ്റൻ. ഇതിപ്പോ അനീഷിന് സത്യസന്ധമായിട്ട് തുറന്നു പറയാം, ഏറ്റവും മോശം ക്യാപ്റ്റൻസി ആയിരുന്നു. സത്യസന്ധമായിട്ട് പറയാൻ പറ്റും. എന്നിട്ട് അത് വന്നിട്ട് ലാലേട്ടൻ വീക്കെൻഡിൽ വന്നിട്ട് ഇവരങ്ങ് പൊക്കി വെക്കും. സത്യം പറഞ്ഞാൽ ആ നെവിന്റെ അനിമോളിന്റെ ഇഷ്യൂവിന്റെ ലൈവിൽ ഉണ്ടായിരുന്നതിന്റെ 1% കണ്ടന്റ് മാത്രമാണ് എപ്പിസോഡിൽ കാണിച്ചത്. ഇനി BB+ൽ അതിന് 1% കാണിക്കുമായിരിക്കും. ശരിക്കും ഇങ്ങനെയൊന്നും അല്ല, നല്ലൊരു ഫൈറ്റ് ആയിരുന്നു അവിടെ നടന്നത്. നല്ലൊരു ഫൈറ്റ് ആയിരുന്നു. ഇതിപ്പോ അനിമോളിന്റെ ഭാഗത്തും കുറ്റമുണ്ട്, നെവിന്റെ ഭാഗത്തും കുറ്റമുണ്ട്. കൂടുതൽ കുറ്റം അനിമോളിന്റെ ഭാഗത്താണ്. അനിമോളിന്റെ നെഗറ്റീവ്സ് മാത്രം എടുത്തു വെച്ചിട്ടാണ് എയർ ചെയ്തിരിക്കുന്നത് എപ്പിസോഡിൽ. നെവിന്റെ ഭാഗത്തുള്ള കുറ്റങ്ങൾ ഒന്നും എയർ ചെയ്ത് വെച്ചിട്ടില്ല. നെവിൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. ഒരു സത്യം പറഞ്ഞ പുറത്തുനിന്ന് ഉള്ള കാര്യം തുറന്നു പറയണേ, അതെ ഞാൻ പറയുന്നില്ല. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എന്താണ് നടന്നത് നോക്കാം. നൂറ ഇപ്പോഴും ലീഡ് ചെയ്യാണ്. ടിക്കറ്റ് ഫിനാലയുടെ കാര്യം പറയുകയാണെങ്കിൽ നൂറ ഇപ്പോഴും ലീഡ് ചെയ്യാണ്. പക്ഷെ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ തൊട്ട് പുറകിൽ ഇപ്പൊ ആര്യം വന്നിട്ടുണ്ട്. വലിയ പോയിന്റിന്റെ വ്യത്യാസത്തിൽ അക്ബർ നെവിനെ പിന്തള്ളി 3-ാം സ്ഥാനത്തേക്ക് അക്ബർ വന്നിട്ടുണ്ട്. നെവിൻ 4-ാം സ്ഥാനത്താണ്. 5-ാം സ്ഥാനത്തിനോട് മത്സരിക്കുകയാണ് നമ്മുടെ സാബുമാനും നമ്മുടെ അനിമോളും. കാരണം ഇവര് രണ്ടുപേരും കട്ടക്ക് നിൽക്കുകയാണ്. 19 പോയിന്റോട് നിൽക്കുകയാണ്. എന്താണ് ഇന്നത്തെ എപ്പിസോഡ് നല്ല ആകെ ഒരു ടിക്കറ്റ് ഫിനാലെ ടാസ്ക് മാത്രമേ നടന്നിട്ടുള്ളൂ. ഒരു എൻഡ്യൂറൻസ് ടാസ്ക് ആയിരുന്നു, പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞ പോലെ ഫീൽ ചെയ്തു. അപ്പം എന്താണ് ഇന്നത്തെ എപ്പിസോഡ് നടന്നു നോക്കാം. ആദ്യം തന്നെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് തരിക. നേരെ എപ്പിസോഡിലോട് പോവാം. പറയാൻ വയ്യ, കാരണം ഇവരെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ചെയ്യും നേരെ വണ്ണം വാണിംഗ് കൊടുത്ത് ചെയ്യേണ്ടത് ബിഗ് ബോസ് ആയിരുന്നു. ബിഗ് ബോസ് ലാലേട്ടനുമായിരുന്നു. ഇത് അവർ ചെയ്തില്ല. കഴിഞ്ഞ ആഴ്ച വന്നിട്ട് കണ്ടില്ല. കഴിഞ്ഞ ആഴ്ച വന്നിട്ട് നെവിനാണെങ്കിൽ അനിമോളുടെ കേസും ചോദിച്ചില്ല, നെവിന്റെ കേസും ചോദിച്ചില്ല. ഇതൊക്കെ ഒരു ഫയർ മോഡില് ലാലേട്ടൻ ചോദിച്ച് വിട്ടിരുന്നെങ്കിൽ അതിന്റെ പേര് ടോക്കും നടക്കില്ലായിരുന്നു, ഫൈറ്റ്സ് ഒന്നും നടക്കില്ലായിരുന്നു.
ഇതെല്ലാം ഇവരൊക്കെ വരുത്തി വെച്ച് വിനയെന്ന എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് അവരപ്പം തന്നെ മുളയിലെ നുള്ളിക്കളയണമായിരുന്നു. അതാണ് ഇത്രയും അന്ന് ജിസയിലെ അനുവിന്റെ പ്രശ്നം അത് ഇത്രയും ബൂസ്റ്റപ്പ് ആക്കി വിട്ടിച്ച് അവസാനം ഇവർ ജയിലിൽ വിട്ടപ്പോഴാണ് അവരൊന്ന് പറഞ്ഞു തീർന്നത്. ജിസയിലും അനു പുറത്ത് വന്നിട്ട് പറഞ്ഞു കേട്ടില്ലേ അനുമായിട്ട് എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ലെന്ന്. ഇത് അന്ന് ആ ജയിലിൽ ഇവരെ ഇട്ടില്ലായിരുന്നെങ്കിൽ ഇവരിത് പറയുമായിരുന്നോ? പറയില്ലായിരുന്നു. ഇത് ഇത്രയും അല്ലെങ്കിൽ ഇന്ന് നെവിൻ എത്ര പ്രാവശ്യം ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അവസാനം ഷൗട്ട് ചെയ്തു ബിഗ് ബോസ് ആ TTFന്റെ ടിക്കറ്റ് ഫിനാലേക്ക് ഇടയ്ക്ക്. അപ്പം രാവിലെ തന്നെ മോർണിംഗ് സോങ്ങിന് ശേഷം ഈ മറ്റേ മോർണിംഗ് സോങ് ആയിട്ട് ഇട്ടത് നമ്മുടെ അന്യന്റെ അണ്ടങ്കാക്ക കൊണ്ടക്കാരി പാട്ടായിരുന്നു. അതിനുശേഷം ഇട്ടത് നമ്മുടെ ഫുഡ്. അതിനുശേഷം വന്നത് ഫുഡിന്റെ പ്രശ്നമാണ്. അതായത് ഇന്നലെ ആകെ ഒരു 2 നേരം ഫുഡ്, രാവിലെയും ഉച്ചക്കത്തെ ഫുഡ് ഇവർ കഴിച്ചത് രാത്രി. അതായത് ഉച്ചക്കത്തെ ഫുഡായത് വൈകിട്ട് 6 മണിക്ക്. അങ്ങനെ അത് ഇത് ഡിന്നറായിട്ട് കഴിച്ചിട്ട് അവർ മരുന്ന് കഴിച്ച് കിടക്കുകയായിരുന്നു. അങ്ങനെ അവർക്ക് ഗ്യാസ് ട്രബിൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. അപ്പൊ ഇത് അവർ പറയാണ്, ഷാനവാസ് പറയണ, എല്ലാവരും പറയാണ്. പറഞ്ഞിട്ട് ഇവർ ഇതുവരെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് ഫുഡ് ഉണ്ടാക്കാതെ ഇന്ന് വാചക കസരത്ത് നടക്കുകയാണ്. ആര്? നെവിനും ഈ 3 ക്യാപ്റ്റന്മാരും. എന്നിട്ട് അവരെ തന്നെ ന്യായീകരിക്കുന്നു. ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഒരു തരത്തിൽ ഫുഡ് ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. എന്നിട്ട് അത് ചോദിക്കുമ്പോൾ ഇവർക്ക് നേരെ ഷൗട്ട് ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം നേരത്തെ. ഇവർ ക്യാപ്റ്റന്മാരാണെങ്കിൽ നേരത്തെ ഫുഡ് ഉണ്ടാക്കി വെക്കണം. ഇത് അതും ചെയ്യുന്നില്ല, ക്യാപ്റ്റന്റെ റോള് മാത്രം കാണിക്കുകയാണ്. അപ്പൊ ഫുഡിന്റെ പേരിലുള്ള പ്രശ്നമാണ് അവിടെ നടക്കുന്നത്. ആൻഡ് യെസ്റ്റർഡേ ഫുഡ് ലേറ്റ് ആയ കാര്യം പറഞ്ഞാണ് ഇവരുടെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് തന്നെയാണ് മെയിൻ ഹൈലൈറ്റ്. അതായത് തുടക്കം മുതൽ ഒടുക്കം വരെ പ്രശ്നം ഇത് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ക്യാപ്റ്റൻസിനെ എല്ലാവരും ഇന്ന് കുറ്റം പറയണം. ഇതുപോലെ ഇത്രയും വേഴ്സ്റ്റ് എല്ലാവരും കൂടെ നിരന്ന് പറയാണ്. ഇത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻസി ഈ ബിബിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 3 പേരെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തത് ബിഗ് ബോസ് കളിച്ച കളിയാണ്. ബട്ട് ക്യാപ്റ്റൻസി ഇസ് എ വേഴ്സ്റ്റ് ക്യാപ്റ്റൻസി, പറയാതിരിക്കാൻ പറ്റൂല. എന്നിട്ടും ഫുഡ് അവര് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ തലേന്നുണ്ട് ചോറൊക്കെ എടുത്ത് അനീഷിന് വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ഈ ആര്യനാണെങ്കിൽ പോയിട്ട് ഈ പിലാത്തോസ് കൈ കഴുകുക എന്ന് പറയില്ലേ, അതുപോലെ പോയിട്ട് ആദ്യം 100 മാപ്പ് പറയുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കാതിരിക്കുക, ഫുഡ് ലേറ്റ് ആയതിന്. എന്നിട്ട് അവരെ കുറ്റം പറയുന്നുണ്ട്. സത്യം പറയുന്നത് നെവിനെ ഇവര് കുറ്റം പറയുന്നത്. നെവിനാണെങ്കിൽ ഇന്നലെ കിച്ചൺ ടീമിൽ പണി എടുത്തിട്ട് നെവിനെ കുറ്റം പറയുന്നത്, നെവിൻ പണി എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാതെ ഈ 3 ക്യാപ്റ്റന്മാരും ബ്രെഡും പാലും കൂടെ എടുത്ത് കഴിക്കുകയാണ്, ഈ 3 ക്യാപ്റ്റന്മാര്. ഇതിന് ശേഷം ഇത് അങ്ങനെ നടക്കും. പിന്നെ ഷാനവാസും നെവിനും ഒക്കെ ഒരു ഫൈറ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. കിച്ചന്റെ പേര് പറഞ്ഞ അവിടെ ഫൈറ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവര് പാവയ്ക്ക് ഒരൊറ്റ കറി, അതായത് അവിടെ ഫുഡിന്റെ വെജിറ്റബിൾസിന് കുറവില്ല, കറികളുടെ സാമഗ്രികൾക്ക് കുറവില്ല, പൊടികൾക്ക് കുറവില്ല, പയറ് വർഗ്ഗങ്ങൾക്ക് എല്ലാ ഫുഡ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനം ഗ്രോസറീസ് അവിടെ ഉണ്ട്, സാധനങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ ഇവര് ഫുഡ് ഉണ്ടാക്കുന്നില്ല. ഒരു കറി മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവര്. അതായത് ഇന്നത്തെ ലഞ്ചിന് ഒരു കറി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് നെവിൻ തീരുമാനം എടുത്തു, എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. ഇത്രയും കറികൾ വേസ്റ്റ് ആക്കോ? ഇവർക്കുണ്ടായിരുന്ന ലക്ഷറി ഈ മുട്ടയും പാലും ഉണ്ടായിരുന്നു, അതുപോലും കൊടുക്കുന്നില്ല. അത് എടുക്കുന്നതിന് പോലും അവിടെ ഫൈറ്റ് അവിടെ ഉണ്ടാക്കുകയാണ് ഇവര്. അങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ട്, പേരയ്ക്കയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ, ബനാനയും ഫ്രൂട്ട്സും കാര്യം, ഇതൊന്നും ഇവര് കൊടുക്കുന്നില്ല, ക്യാപ്റ്റന്മാര് കൊടുക്കുന്നില്ല. എന്നിട്ട് അതിന്റെ പേരിൽ അവിടെ ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട്. ഷാനവാസും നെവിനും നല്ല ഫൈറ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയ്ക്ക് അനിമോൾ കയറുന്നുണ്ട്, അനിമോളുടെ മുഖത്ത് പോയിട്ട് ഊതുന്നൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ 6 ബോറ്. കാരണം ഇത് നെവിൻ ഇത്ര എന്റർടൈൻമെന്റ് കണ്ടന്റാണ് ഹൈപ്പ് വെച്ചിട്ട് നെവിൻ നല്ലതുപോലെ അങ്ങ് താഴേക്ക് ഇറങ്ങിപ്പോകും ഈ ഒരു എപ്പിസോഡ് കൊണ്ട്. പക്ഷെ എല്ലാം ഒന്നും കാണിച്ചിട്ടില്ല, ആകെ ഒരു ശകലം മാത്രം ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചിട്ടുള്ളൂ നെവിൻ അവിടെ കാണിച്ചു കൂട്ടിയതില്. 6 ബോറ് മാത്രമല്ല, ട്രിവാൻഡ്രംകാര വരെ ലൈവ് കണ്ടവർക്ക് അറിയാം, ട്രിവാൻഡ്രംകാര വരെ നെവിൻ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ലാലേട്ടൻ ചോദിക്കാൻ പോകുന്നില്ല കേട്ടോ. ലാലേട്ടൻ ഇതൊന്നും ചോദിക്കാൻ പോകുന്നില്ല. ലാലേട്ടൻ അനിമോളുടെ അടുത്ത് പറയും വെള്ളം ഒഴിച്ചത് ഫണ്ണായിട്ട് എടുക്കുക അനിമോളെ എന്ന് പറയുകയായിരിക്കും. അല്ല, ഞാൻ പറയുന്നല്ല, കമന്റ് സെക്ഷൻ നോക്കിയാൽ മതി. കമന്റ് സെക്ഷനിൽ അത്രയും പറയാം. ഈ ട്രിവാൻഡ്രം സ്ലാങ്ങിനെ കളിയാക്കിയതിന് എന്തോന്നാണ്, അതിന് വരെ എന്തോന്നാണ് ട്രിവാൻഡ്രംകാരൊക്കെ ടോക്സിക് ആണ്, അതുകൊണ്ട് കളിയാക്കിയും കുഴപ്പമില്ല, അങ്ങനെ വരെ കമന്റ് സെക്ഷനിലുണ്ട്. ഈ റിവ്യൂവേഴ്സിന്റെയും റിവ്യൂവേഴ്സിന്റെ ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. അത് മാത്രമല്ല, ലൈവിന്റെ കമന്റ് സെക്ഷൻ നോക്കിയാൽ മതി. അങ്ങനെ അതിന് ആ ഫുഡിന്റെ പേരിൽ അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നം രാവിലെ ഉണ്ടാവുന്നുണ്ട്. ടിക്കറ്റ് ഫിനാലാണ്, അത് എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ, കാരണം എനിക്ക് ഭ്രാന്തെടുക്കും. അതുകൊണ്ട് ഇനി ടിക്കറ്റ് ഫിനാലയുടെ 4th ടാസ്ക് ആണ്.
ടാസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഈ സീസൺ 4 തൊട്ടിന്ന് വെള്ളം വീഴാതിരിക്കാൻ പിടിച്ചിരിക്കുന്ന ടാസ്ക് ഇല്ലേ, അതിന്റെ വേറൊരു മോഡലാണെന്ന് പറയേണ്ടി വരും. അതായത് ഈ ഒരു ഉപമ പറയുകയാണെങ്കിൽ ശ്രീകൃഷ്ണ പണ്ട് ഗോവർദ്ധന പർവ്വതം ഉയർത്തിയതുപോലെ ഒരു കൈ പിടിച്ച് മുകളിൽ പൗഡർ ഉണ്ട്, ഈ പൗഡർ പുറത്ത് വരും. ആദ്യം ഇവര് ബൗളിൽ നിന്ന് 109 കീസ് ഉണ്ട്, ആ കീസിന് കറക്റ്റ് കീ എടുത്തിട്ട് ഇത് തുറക്കണം. അത് തുറന്നിട്ട് അത് പൗഡർ താഴോട്ട് വരാതിരിക്കാൻ വേണ്ടി താങ്ങി നിർത്തണം. ഇതാണ് ടാസ്ക്. പക്ഷെ ഈ ടാസ്കിന് എവിക്റ്റായി പോകുന്നവര് ഇവര് എതിരാളികളെ എറിഞ്ഞു വീഴ്ത്താം. ബൗൾ ഉപയോഗിച്ച് നൽകിയിരിക്കുന്ന പോയിന്റില് നിന്നുകൊണ്ട് ബോൾ ചെയ്ത് ഇവരെ എറിഞ്ഞു വീഴ്ത്താം. മറ്റേ സ്പോഞ്ച് ബോൾ ഇല്ലേ, സ്മൈലി ബോൾ, അത് എറിഞ്ഞ് വീഴ്ത്താം, അവരെ കളിയിൽ നിന്ന് പുറത്താക്കാം. അങ്ങനെ ആദ്യം ഷാനവാസ് വിടുകയാണ്. ഷാനവാസ് അങ്ങനെ 1 പോയിന്റ് കിട്ടി. ഷാനവാസ് വിടുന്നു, അങ്ങനെ ഇത് പൗഡർ വീഴുന്നു. അതിനുശേഷം ഷാനവാസ് എല്ലാവരും എറിയാൻ തുടങ്ങി. ഷാനവാസ് എറിഞ്ഞു തുടങ്ങിയതിനു ശേഷം അനീഷ് വിടുന്നു. അനീഷ് വിട്ടതിന് ശേഷം നെവിൻ വിടുന്നു. നെവിൻ കരയാൻ തുടങ്ങിയപ്പോൾ അനുമോൾ സ്ഥിരം പല്ലവി, അവൻ പ്രസവിച്ചെന്ന് ചോദിച്ചുകൊണ്ട് അനുമോൾ തകടിക്കുന്നുണ്ട്. ആൻഡ് നെവിൻ വിടുന്നു. നെവിൻ വിടുമ്പോൾ എന്ത് ചെയ്തു, നെവിനാണെങ്കിൽ മനഃപൂർവ്വം പോയിട്ട് അനുമോൾ അടുത്ത് പോയിട്ട് മനഃപൂർവ്വം ബോൾ എറിയുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് താക്കീത് ചെയ്യുന്നു, മാർക്ക് ചെയ്തിരുന്ന പോയിന്റിന് അപ്പുറം വന്ന് ബോൾ എറിയുമെന്ന് പറയുന്നത്. എന്നിട്ട് ബിഗ് ബോസിന്റെ വാക്ക് കേൾക്കാതെ നെവിൻ പോയിട്ട് ബോൾ എറിയുന്നു. ബിഗ് ബോസിനെ അനുമോൾ ബിഗ് ബോസിനെ വിളിക്കുമ്പോൾ നെവിനെ ബിഗ് ബോസ് ചവിട്ടി 2-3 പ്രാവശ്യം ബിഗ് ബോസ് ചവിട്ടി ചെയ്യുന്നുണ്ട് നെവിനെ. ആൻഡ് ഇതിനുശേഷം ആര് പോവുകയാണ്, സാബുമാൻ ഔട്ടായി പോവുകയാണ്. സാബുമാന് ശേഷം ആദില വിടുന്നു. ആദിലയ്ക്ക് ശേഷം എല്ലാവരും ബോൾ എറിയുന്നുണ്ട്. ഈ നെവിൻ പക്ക അങ്ങോട്ട് ഇതിനൊക്കെ ഷാനവാസും നെവിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ബോൾ എറിയുന്നുണ്ട്. സാബുമാൻ ആദില പോകുന്നു. ആദില പോയതിനു ശേഷം അനുമോൾ എവിക്റ്റ് ആവുന്നുണ്ട്. ഔട്ട് ആവുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം അക്ബർ പോകുന്നു. ലാസ്റ്റ് നൂറ പിടിച്ചിക്കാതെ വിടുന്നുണ്ട്. ആര്യനാണ് ജയിക്കുന്നത്, ടാസ്ക് ജയിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, നൂറയ്ക്ക് 8 പോയിന്റ്, ആര്യന് 9 പോയിന്റ്, നൂറയ്ക്ക് 8 പോയിന്റ്, അക്ബറിന് 7 പോയിന്റ്, അനുവിന് 6 പോയിന്റ്, ആദിലയ്ക്ക് 5, സാബുമാന് 4, നെവിന് 3, അനീഷിന് 2, ഷാനവാസിന് 1. അപ്പൊ ഇങ്ങനെയാണ് ഇന്നത്തെ ടിക്കറ്റ് ഫിനാലെ ടാസ്കിലെ പോയിന്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ ടാസ്കിന്റെ പോയിന്റ് ആണ്. ഇതിന് ശേഷം ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ടാസ്ക് ലെറ്റർ വായിച്ചതിന് ശേഷം ഇതിന്റെ ഇടയ്ക്ക് ഷാനവാസും നെവിനും കൂടെ ആ ഒരു ഫൈറ്റ് പിന്നെയും തുടങ്ങുകയാണ്. ആണത്വവും പുരുഷത്വം ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മള് പ്രമോയിൽ കണ്ട ആ ഫൈറ്റാണ് നടക്കുന്നത്. ഈ സമയത്താണ് അനുമോള മുഖത്ത് നെവിന് ഊതുന്നത്. അപ്പം സ്മോക്ക് ചെയ്ത് വന്നിട്ടാണ് നെവിൻ ഊതുന്നത്. ഇതിന് അങ്ങനെ അവിടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടന്നുണ്ട്. അപ്പോഴേക്കും ഷാനവാസ് നമ്മുടെ പഴയ ഷോ ഓഫ് ഒക്കെ ഇട്ട്, ഷോ ഓഫ് എന്ന് പറയാൻ പറ്റില്ല, ഷാനവാസ് കാണിച്ച കാര്യമാണ്, വാ കമോൺ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് ഷാനവാസ് അവിടെ ഷോ ഇടുന്നത്. അപ്പോഴാണ് നെവിൻ പോയിട്ട് ഫൈറ്റ് അവിടെ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇതിന് ശേഷം ആര്യം പോയി, ഇപ്പോഴാണ് അനുമോളും നെവിനും ഫൈറ്റ് തുടങ്ങുന്നത്. ആര്യം പോയിട്ട് എല്ലാവരെയും വിളിച്ചുണർത്തുന്നുണ്ട്. അതായത് എല്ലാവരും ഈ നെവിൻ ഉൾപ്പെടെ കിടന്നുറങ്ങിയപ്പോൾ എല്ലാവരും വിളിച്ചുണർത്തുന്നുണ്ട്. എന്റെ പട്ടിക വരയ്ക്കും ഷാനവാസിനെ വിളിച്ചുണർത്തുന്നു. എന്റെ അനുമോളെ വിളിച്ചുണർത്തിയിട്ട്, ഭയങ്കര സുഖമാണല്ലോ, AC തണുപ്പത്ത് ബ്ലാങ്കറ്റ് ഒക്കെ പുതച്ച് കിടന്ന് ഉറങ്ങുകയാണല്ലോ. അപ്പം അനുമോൾ എണീച്ചിട്ട് ഞാൻ എപ്പിസോഡിൽ കാണിച്ചിട്ട്, പക്ഷെ ലൈവ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്നിട്ട് നെവിൻ പറയുന്നുണ്ട്, നെവിൻ വന്നത് ഒന്നും കാണിക്കില്ല, പിന്നെ കാണിക്കുന്നത് നെവിൻ പറയുന്നുണ്ട് പോയി വെള്ളം ഒഴിച്ചു. ഇപ്പോഴൊന്നും അനുമോൾ ഉറങ്ങുന്നില്ല, അനുമോൾ എണീച്ചിരിപ്പാണ്, വെള്ളം എടുത്ത് മുഖത്തൊഴിക്കാൻ. അപ്പം അനുമോൾ കാണട്ടെ മുഖത്തൊഴിക്കണ കണ്ടിട്ട് അങ്ങനെ കപ്പിൽ വെള്ളം എടുത്ത്, അപ്പൊ ആര്യനുടങ്ങ കപ്പിൽ വെള്ളം എടുത്തോണ്ട് വരികയാണ്. ശരിക്കും പറഞ്ഞാൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ കപ്പിൽ വെള്ളം എടുത്തോണ്ട് വരുമോ? ആരെങ്കിലും അവിടെ ഉള്ള വേറെ അക്ബർ കപ്പിൽ വെള്ളം എടുത്തോണ്ട് വരുമോ? ഇല്ല. അവര് പറയും എണീച്ചിരിക്കുകയല്ലേ, പിന്നെ എന്തിനു കപ്പിൽ വെള്ളം എടുത്തോണ്ട് വരണ, വെള്ളം എടുത്ത് ഒഴിക്കേണ്ട കാര്യം എന്തിനാണ്? നെവിൻ വേണമെങ്കിൽ നെവിൻ പോയിട്ട് എടുക്കട്ടെ. ഇവിടെ ആര്യനാണ് ഇവിടെ ഇത് ഈ ഒരു ഫൈറ്റിന് തുടക്കം വിട്ടത്. ഈ വെള്ളം എടുത്തോണ്ടത് ആര്യം വെള്ളം എടുത്തുകൊണ്ട് വരാതിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. അനുമോള് നെവിനും തമ്മിൽ വായി തോന്നിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് വായ കഴിക്കുമ്പോൾ അവരെവിടെയെങ്കിലും പോയി ഇരിക്കുമായിരുന്നു. ഇത് ഇത്രയും തുടങ്ങി വെച്ചാൽ ആര്യം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. സത്യമായിട്ടും ആര്യം എന്തിന്റെ കേടാണ് ഈ വെള്ളം എടുത്തുകൊണ്ട് വരേണ്ട കാര്യം എന്തോന്നാണ്? അങ്ങനെ ആദ്യം പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് അനുമോളെ മുഖത്തൊഴിക്കുന്നുണ്ട്, നെവിൻ മുഖത്ത് കുടയുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലൊരു ഫിസിക്കൽ ആവുന്നുണ്ട്. അനുമോള് മാന്തയെ പിടിക്കുക എന്താ ചെയ്യുന്നുണ്ട്. എന്നിട്ട് വെള്ളം എടുത്ത് അനുമോളെ ദേഹത്ത് നെവിൻ ഒഴിക്കുമ്പോൾ കുപ്പിയിലെ വെള്ളം എടുത്ത് നെവിന്റെ ദേഹത്ത് അനുമോള് ഒഴിക്കും. അവിടെ സമാസമാണ്. ഇതിന് ശേഷം അവർ തമ്മിൽ നല്ല ഫൈറ്റും കാര്യങ്ങളും അവിടെ ഉണ്ടാവുന്നു.
വലിയൊരു പാത്രം, വലിയൊരു ചരുവത്തിൽ വെള്ളം, ചായയുടെ ചരുവത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് അനുമോളെ ബെഡിലോട്ട് ഒഴിക്കുകയാണ്. വാടാ നീ ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് അനുമോളെ ബെഡിലോട്ട് നെവിൻ ഒഴിക്കുകയാണ്. ബെഡ് അത്രയും വെള്ളമായിട്ട് അവിടെ അത് ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിന്റെ അനുമോളെ എന്തോന്നാണ് കുലസ്ത്രീ, ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ, നിന്നെ പോലെയുള്ള നീലസ്ത്രീകളെ കണ്ടിട്ടില്ല, നിന്നെ ഉദ്ഘാടനത്തിന് ആരെയും വിളിക്കില്ല, ഇതൊന്നുമില്ല. തിരുവനന്തപുരത്തുകാരൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്നും കാണിച്ചിട്ടില്ല. ഇത് ഇവർക്ക് ലൈവ് ഇടുന്നവർക്ക് ഇത് എപ്പിസോഡിൽ കാണിച്ചുകൂടായിരുന്നോ? അങ്ങനെ അവിടെ നല്ല ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. ഈ ജിസേലിന്റെയും ആര്യന്റെ പൊതപ്പ് പ്രശ്നമൊക്കെ എടുത്തു പറയുന്നുണ്ട് നെവിൻ. അങ്ങനെ അവിടെ നല്ലൊരു വാക്കേറ്റുണ്ട്. അപ്പൊ നൂറ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ ഇങ്ങനെ പേഴ്സണലി കൊണ്ടുപോകല്, വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്തോണം നൂറ പറയുമ്പോൾ നെവിൻ അവിടെ കിടന്ന് നെവിൻ കുറെ വായി തോന്നിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരും തിരിച്ച് പ്രതികരിച്ചില്ല. അവിടെ കേട്ടോണ്ടിരിക്കുകയാണ് ചെയ്തത് അനുമോളെ പറ്റി പറയുമ്പോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നെവിൻ വെള്ളം ഒഴിക്കുന്നു, ഈ അനുമോളുടെ അടുത്തല്ലാതെ വേറെ ആരുടെങ്കിലും നെവിൻ ഇത് കാണിക്കോ? ആരടുത്തും കാണിക്കില്ല നെവിൻ, വേറെ ആരടുത്തും കാണിക്കില്ല. അനുമോളുടെ അടുത്ത് മാത്രമേ ഇത് കാണിക്കുള്ളൂ. അതെന്താ ഇത്രയും ഇത് അനുമോളുടെ അടുത്ത് കാണിക്കുന്നു? ബിഗ് ബോസിനെ അറിയാം. ഇനിയിപ്പോ ഇനി വീക്കെൻഡ് എപ്പിസോഡ് എന്താണ് നടക്കുന്നതെന്ന് നോക്കിക്കോ. ഇത് ഫണ്ണായിട്ട് എടുക്കും അനുമോളെന്ന് പറഞ്ഞ് വിടുവായിരിക്കും ലാലേട്ടെ. സത്യമായിട്ടും അങ്ങനെ വിടുകയേ ഉള്ളൂ. അങ്ങനെ അവിടെ ഇതിനിടയ്ക്ക് അക്ബർ പറയുന്നുണ്ട്, അക്ബർ 2 സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. ആ വെള്ളം ഒഴിച്ച കണക്കായത് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചതിന്റെ ഭവിഷ്യത്ത് നെവിൻ തന്നെ അനുഭവിക്കട്ടെ എന്ന് അക്ബർ പറയുന്നുണ്ട്. ഇതിനെല്ലാം സത്യം പറഞ്ഞാൽ ആരും ഞാൻ കുറ്റപ്പെടുന്നത്, ഞാൻ ആദ്യം വെള്ളം എടുത്തോണ്ട് വന്നത് കണ്ടതല്ലേ. ഇതില്ല, ഈ ആരും എന്തോന്നാ ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര നോണയം കുണ്ടണിയാണ് കേട്ടോ. കുണ്ടണി ഇവിടെ പറയും, ഭയങ്കര ഏഷണിയാണ് ഈ ആര്യ. ഒരുമാതിരി ഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുമാതിരി സ്വഭാവമാണ്. സത്യം പറഞ്ഞാൽ ആരും ഒന്നും ഇഷ്ടപ്പെടാമല്ല. ഈ നെവിൻ എല്ലാവരും ഇഷ്ടപ്പെടാം. നെവിൻ ഇത് കാണുമ്പോൾ എല്ലാവരും വെറുക്കില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് അങ്ങനെ അത് അവിടെ കഴിഞ്ഞു. കാരണം ഈ ലൈവിൽ കാണിച്ചില്ല, ഒന്നും എപ്പിസോഡ് കാണിച്ചില്ല. അങ്ങനെ ബാക്കി അതൊക്കെ പറയണം. എന്നിട്ട് അനുമോള് പോയിട്ട് പിന്നെ ഒച്ചപ്പെട്ട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, പോയിട്ട് മൈജി കോൺട്ര ഇരിക്കുമ്പോൾ അനീഷ് പോയിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇതിന് മുമ്പായിട്ട് അനുമോളെ വെസൽ വാഷ് ചെയ്യാൻ വിളിക്കുമ്പോൾ അനുമോള് പോയിട്ട് വെസൽ വാഷ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ എന്താണ് ജോലി ചെയ്യാൻ തയ്യാറാവുന്നില്ല, ഒരു ജോലിയും ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല. അപ്പൊ അനീഷ് ഷാനവാസ് പറയുന്നുണ്ട്, വേണ്ട ജോലി ചെയ്യണ്ട, ഇതിനൊന്ന് ഇതാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് പറയുന്നുണ്ട്. അങ്ങനെ ആരും ജോലി ചെയ്യാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ക്യാപ്റ്റൻ എല്ലാരും എതിർക്കുകയാണ്, ഹൗസ്മേറ്റ്സ് എല്ലാരും എതിർത്തിട്ട് ഇതിനിടയ്ക്ക് ബെഡ് മാറ്റാൻ ഞാൻ പറഞ്ഞേ, ബെഡ് മാറ്റാൻ വേണ്ടി പോകുമ്പോൾ അനുമോള് പറഞ്ഞു വേണ്ട ബെഡ് മാറ്റണ്ട. അപ്പൊ നൂറ പറയുന്നുണ്ട്, മഴക്കാലമാണ്, ഒന്ന് വെയിലത്തിട്ട് ഉണക്കാൻ പോലും പറ്റില്ല എന്ന് പറയുമ്പോൾ ബെഡ് മാറ്റണ്ട എന്ന് അനുമോള് തന്നെ പറയുകയാണ്. അങ്ങനെ ക്യാപ്റ്റനെ എല്ലാരും എതിർത്ത് നിൽക്കാണ് ചെയ്യുന്നത്. അപ്പം അതിലെ വിട്ട് നാരങ്ങ വെള്ളം കൊടുത്ത് കുടിക്കുമ്പം ഇതിന്റെ പേരിൽ അവിടെ എന്താണ് ഒരു നാരങ്ങ, കോമൺ നാരങ്ങയാണ് എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ആര്യം വന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ചെറിയ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഇതിനുശേഷം ഡ്യൂട്ടി ചെയ്തില്ലെന്ന് പറഞ്ഞ് ഡ്യൂട്ടി ചെയ്യാത്തവർക്ക് ഫുഡ് കൊടുക്കില്ലെന്ന് ഇയാള് പറയാണ്. ആര്? ക്യാപ്റ്റന്മാര് പറയാണ് ഡ്യൂട്ടി ചെയ്യാത്തവർക്ക് ഫുഡ് കൊടുക്കില്ല. അത് പറയാൻ ക്യാപ്റ്റന്മാർക്ക് എന്താ അധികാരം? ഫുഡ് എല്ലാവർക്കും കോമൺ ആയിട്ട് കൊടുക്കുന്ന കാര്യമാണ്. ആ ഫുഡ് ഡ്യൂട്ടി ചെയ്യാത്തവർക്ക് ഫുഡ് കൊടുക്കാൻ പാടില്ലെന്ന റൂൾ എടുക്കാൻ ക്യാപ്റ്റൻ ഒരു അധികാരവും ഇല്ല. ടാസ്ക് വൈസ് ആണെങ്കിൽ ഓക്കെ, ബട്ട് ഫുഡ് കൊടുക്കാണെന്ന് പറയാതിരിക്കാൻ ഇത് ടാസ്ക് ഒന്നുമില്ല, ഡ്യൂട്ടിയല്ല. അത് അവർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആരായിട്ട് വരുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അടുത്ത നോമിനേഷനിലേക്ക് നോമിനേറ്റ് ചെയ്യാം. ഈ ഫുഡ് കൊടുക്കാൻ പാടില്ലെന്ന് പറയാതിരിക്കാനുള്ള എന്ത് റൈറ്റ്സ് ആണ് ഈ ക്യാപ്റ്റന്മാർക്കുള്ളത്? ഒരു റൈറ്റ്സും ഇല്ല. അങ്ങനെ ന്യൂറയ്ക്ക് ഫുഡ് കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ആദ്യം ന്യൂറി ഫുഡ് കഴിക്കുന്നില്ല, ആരും ജോലി ചെയ്യാത്തവർക്ക് ഞങ്ങൾ ഫുഡ് തരില്ല എന്ന് ആര്യൻ അവിടെ കിടന്ന് പറയുന്നുണ്ട്. ഇതിനുശേഷം നൂറ പോയിട്ട് ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുന്നുണ്ട്. ഞാൻ വിശന്നിരിക്കുന്ന പറഞ്ഞ് ഫ്രൂട്ട്സ് എടുത്ത് പോയി കഴിക്കുന്നുണ്ട്. ആൻഡ് അനിമോൾ ആണെങ്കിൽ ഫുഡ് കിടക്കാതെ നമ്മുടെ സോഫയില്, പിങ്ക് സോഫയില്ലേ, അക്ബർ എപ്പോഴും സമാധിയല്ല നല്ലിരിപ്പിരിക്കുന്ന ആ ഒരു പിങ്ക് സോഫയില്ലേ, ആ സോഫയില് സമാധി എന്ന് പറഞ്ഞ സോറി കേട്ടോ, ആ ഒരു പിങ്ക് സോഫയിൽ പോയിട്ട് സൈഡിൽ പോയിട്ട് അനുമോൾ കിടന്നുറങ്ങുകയാണ്. ആര്യനും അക്ബറിനെ കാണിച്ച് കളിയാക്കുന്നുണ്ട്, ക്യാമറ കാണിച്ച് കളിയാക്കുന്നുണ്ട്. സ്ക്രീൻ സ്പേസിന് വേണ്ടി, PR വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ അനുമോൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്.
വെറുതെ ഒന്നും അല്ലല്ലോ, മര്യാദയ്ക്ക് അനിമോൾ ബെഡിൽ കിടക്കുമായിരുന്നില്ലേ, യുവമാരെ തന്നെയല്ലേ തുടങ്ങി വെച്ചത്. അപ്പൊ അനിമോക്ക് സ്ക്രീൻ സ്പേസ് കാണിക്കാൻ കിട്ടാൻ സൗകര്യം കിട്ടുമെങ്കിൽ അനിമോള് കാണിക്കട്ടെ, ഉമ്മർക്ക് കാണിക്കാൻ സൗകര്യം കിട്ടുന്നത് ഇവര് കാണിക്കണ്ട, അത്രേ ഉള്ളൂ. വെറുതെ ഒന്നുമില്ലല്ലോ, മര്യാദയ്ക്ക് അനിമോൾ ആ ബെഡിൽ കിടക്കുമായിരുന്നു, സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. ഇത്രയും പുറത്താക്കിച്ചത് അപ്പൊ അനിമോൾ തന്നെ കണ്ടന്റ് ആവട്ടെ എന്ന് അനിമോൾ തന്നെ തീരുമാനിച്ചാണ്, അത്രേ ഉള്ളൂ. അനിമോളെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമില്ല, ഇവര് തന്നെ വരുത്തി വെച്ച വിനയല്ലേ, ഒരു കാര്യം ഇല്ലാതെ ഈ വെള്ളം എടുത്തൊടിക്കേണ്ട കാര്യം, എന്തിന്റെ കാര്യമായിരുന്നു. അങ്ങനെ അനിമോൾ അവിടെ ഇട്ട് ആര്യനും അക്ബറും കൂടെ കളിയാക്കുന്നുണ്ട്. സത്യം പറഞ്ഞ കേട്ടോ, ഇവര് ഒരു വൈറ്റ് വാഷ് അടിച്ച് കൊന്നാടെ വീക്കെൻഡ് എപ്പിസോഡോടെ ഇവരൊന്ന് നെഗറ്റീവായി, വൈറ്റ് വാഷ് അടിച്ചേനെ. ആൻഡ് ഇപ്പം കട്ട നെഗറ്റീവ് ആയിട്ടുണ്ട്. മിക്കവാറും നെവിൻ ഈ ആഴ്ച മിക്കവാറും വോട്ടെല്ലാം സാവുമാനെ കുത്തിയിട്ട് നെവിൻ ഈ ആഴ്ച എന്തായാലും എവിക്റ്റ് ആവാനുള്ള ചാൻസ് കൂടി വരികയാണ്. കാരണം നെവിൻ അവിടെ നിൽക്കുവായിരുന്നു, പക്ഷെ നെവിൻ എവിക്റ്റ് ആവാനുള്ള ചാൻസ് 100% ഇപ്പം ആയി. പറയാം, അത് നെവിൻ ഇനി PR കളിന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇത് നെവിൻ വരുത്തി വെച്ച് തന്നെയാണ്. ഇനിയിപ്പോ ഞാൻ പറയുമ്പോ എന്നെ അനിമോളിലെ PR ആക്കുമായിരിക്കും. ബാക്കി വ്യൂസ് കുറവായിട്ട് എന്നെ ആരും അങ്ങനെ പറയില്ല, പക്ഷെ എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ലാസ്റ്റ് എൻഡിങ്ങില് നമ്മുടെ ടിക്കറ്റ് ഫിനാലയുടെ ടോട്ടൽ പോയിന്റ്സ് കാണിക്കുന്നു. 30 പോയിന്റുമായിട്ട് ലീഡ് ചെയ്യുന്നത് ന്യൂറയാണ്. പക്ഷേ തൊട്ടു പുറകിൽ 1 പോയിന്റിന്റെ വ്യത്യാസത്തിൽ 29 പോയിന്റുമായിട്ട് ആര്യനാണ് നിൽക്കുന്നത് സെക്കൻഡ് പൊസിഷനിൽ. തൊട്ടു പുറകിൽ അക്ബർ നിൽപ്പുണ്ട് 23 പോയിന്റുമായിട്ട്. അക്ബറിന് ഒരു 8 മാർക്കോ 9 മാർക്കോ വാങ്ങിച്ചാൽ ക്രോസ് ചെയ്യാം, ആര്യനെ ക്രോസ് ചെയ്യാം. ആൻഡ് നാളത്തെ ടാസ്ക് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് നെവിൻ 21 പോയിന്റ്, വെറും 2 പോയിന്റിന്റെ വ്യത്യാസം. സാബുവും അനുവും ഇവിടെ 19 പോയിന്റ്സ് വെച്ച് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെയിം നിൽക്കുകയാണ് 19 പോയിന്റ്സ്. സാബു മാനും നമ്മുടെ അനു 19 പോയിന്റ്സിന് ഇതിൽ നിൽക്കുകയാണ്. ആൻഡ് ആദില 16, ഷാനവാസ് 13, അനീഷ് 11. അനീഷിന് ഇനി ഒരു തിരിച്ചു വരവ് കുറവായിരിക്കും, അനീഷ് തിരിച്ചു വരാനുള്ള സാധ്യത കുറവായിരിക്കും. ആൻഡ് അങ്ങനെ വരണമെങ്കിൽ ഇനി പറയാം, അനീഷിനും ഷാനവാസിനും ഇനി സാധ്യത കുറവായിരിക്കും. ഇനി എനിക്ക് തോന്നുന്നത് ഇനി ഇവര് 3 പേരും, ഇവര് 1 2 3 4 5 6 പേര്, അതായത് നൂറ, ആര്യൻ, അക്ബർ, നെവിൻ, സാബു, അനു. ഇതിൽ സാബുവും അനുവും നാളത്തെ ടാസ്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇവര് ആര് 4th പൊസിഷനിൽ പോകുന്നത് നോക്കണം. കാരണം 2 പേര് ഒരുമിച്ചാണ് നിൽക്കുന്നത്. നെവിന്റെ കാര്യം, നെവിൻ 21 പോയിന്റ്സ് ആണ് നിൽക്കുന്നത്, അക്ബർ 23 പോയിന്റ്സിലാണ് നിൽക്കുന്നത്. ഈ 3 പ്രത്യേകിച്ച് നൂറ, ആര്യൻ, അക്ബറിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ആര്യൻ നൂറ കാര്യത്തിലും ആകാംക്ഷയുണ്ട്. നൂറിന് ബാക്കിൽ പോയി അരിയൻ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്യോ അറിയില്ല, നമുക്ക് നോക്കാം നാളത്തെ ടാസ്ക് എങ്ങനെയായിരിക്കും. എല്ലാം നാളത്തെ വെള്ളിയാഴ്ചത്തെ ടാസ്ക് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നാളെ തന്നെ ടാസ്ക് തീർക്കുമെന്ന് അറിയില്ല. പക്ഷെ ഇന്ന് ഒരു ടാസ്കും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു ഫൈറ്റ് ഒഴിവാക്കുകയാണ്. ഒരു ടാസ്കും കൂടെ അവർക്ക് കൊടുക്കാതെ എന്തെങ്കിലും ഒരു ടാസ്ക്. എനിക്ക് തോന്നുന്ന മോശം കാലാവസ്ഥയായിട്ടായിരിക്കും ടാസ്കുകളൊക്കെ കുറയ്ക്കുന്നതെന്ന് തോന്നുന്നു. എന്നാലും ആക്ടിവിറ്റി ഏരിയയിൽ എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുക്കാമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് എനിവേ നാളെ എപ്പിസോഡിൽ എന്തായിരിക്കും നടക്കുന്നതെന്ന് നോക്കാം. ഇനി ഇന്നത്തെ ഫൈറ്റിന്റെ ബാക്കി പത്രം നാളെ ഉണ്ടാവുമോ, മാത്രമല്ല പ്രമോ ഉണ്ടില്ല, മാത്രമല്ല ടിക്കറ്റ് ഫിനാലയുടെ കാര്യം എന്താവും ഒക്കെ നമുക്ക് നോക്കാം. സോ എന്റെ ഇന്നത്തെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. ആൻഡ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം ബൈ ബൈ ആൻഡ് താങ്ക് യു.